Good morning, girls. So, our next topic is scientific management. The impetus for the scientific management approach came from the first industrial revolution because it brought about such an extraordinary mechanization of industry. This revolution necessitated the development of new management principles and practices. Okay, so the main contributors to scientific management were F.W. Taylor, Henry L. Gant, Frank Gilbreth, Lillian Gilbreth and Harrington Emerson. അതിൽ ഈ Frederick W. Taylor was the first person who insisted on the introduction of scientific methods in management, and it was he who, along with his associates, made the first systematic study of management, and he launched a new movement in 1910 which is known as scientific management, and that is why he is known as the father of scientific management. ഓക്കെ, അപ്പം ടൈലറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രെഡറിക് വിൻസ്ലോ ടൈലറാണ്. ഈസ് കോൾഡ് ആസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അദ്ദേഹം ശരിക്കും ജനിക്കുന്നത് ഒരു വെൽത്തി ഫാമിലിയിലാണ് ഇൻ US in 1856, and he graduated from Stevens Institute Technology as a mechanical engineer in 1883. ഓക്കെ, അപ്പോൾ അദ്ദേഹം ശരിക്കും എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ കൂടി ടൈലർ seemed destined for a career in law when he took the unusual decision to go into the steel business, initially as an apprentice. His childhood had been rigidly controlled, with all his activities, sports, walking, sleeping position and country dancing minutely analyzed and prescribed. മനസ്സിലായല്ലോ. അപ്പോൾ ടൈലർ വാസ് വർക്കിംഗ് ഇൻ സം ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് ദി അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഇൻ US, and he identified a problem on his early experience as a machine operator. അദ്ദേഹം കുറേ കാര്യങ്ങൾ നിരീക്ഷിച്ച് തുടങ്ങി ആ ഒരു സമയത്ത്. എന്താ വെച്ചാൽ ഹി വാസ് വർക്കിംഗ് ആൻ ഇൻഡസ്ട്രി വേർ ഇറ്റ് വാസ് നോർമൽ ഫോർ വർക്കേഴ്സ് ടു ഓർഗനൈസ് ദിയർ ഓൺ വർക്ക്. അതായത് എന്തൊക്കെയാണ് ടൈലർ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ ദ ഫിനോമിനൻ ഓഫ് വർക്കേഴ്സ് പർപ്പസ്ഫുള്ളി ഓപ്പറേറ്റിംഗ് വെൽ ബിലോ ദിയർ കപ്പാസിറ്റി. അതായത് ശരിക്കും ആളുകൾക്ക് നല്ല കഴിവും കപ്പാസിറ്റി ഉണ്ടായിട്ട് അവർ അത്ര അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം. അതാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. സോ ഹി സ്റ്റേറ്റഡ് കോസസ് ഓഫ് സോൾഡറിങ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ബിലീഫ് അമംഗ് വർക്കേഴ്സ് ദാറ്റ് ഇഫ് ദേ ബിക്കെയിം മോർ പ്രൊഡക്റ്റീവ് ഓൺലി ഫ്യൂ ഓഫ് ദം വുഡ് ബി നീഡഡ്, ജോബ്സ് വിൽ ബി എലിമിനേറ്റഡ്. അതായത് എല്ലാവരും കൂടെ നന്നായി അങ്ങോട്ട് വർക്ക് ചെയ്താൽ പെട്ടെന്ന് വർക്ക് തീർന്നു പോകില്ല. അപ്പോൾ ആളുകളുടെ ഇടയിലൊരു ചിന്ത വരിക ചെയ്യുന്നത്, അത്രയും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ മതിയാവും, അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടും എന്നുള്ള ഒരു ഫീലിംഗ് വന്നു. അതേപോലെ നോൺ ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റംസ് എൻകറേജ് ലോ പ്രൊഡക്ടിവിറ്റി. അങ്ങനെയുള്ളൊരു ഇപ്പം പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇത്ര ഒരു പ്രോഡക്റ്റിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ്, ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് വേജ് സിസ്റ്റം. ചില ആളുകൾ അത്രയും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപ്പാടിലായിരിക്കും. പക്ഷേ ഈ നോൺ ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം, അതായത് ഇങ്ങനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് അവർക്ക് ഇൻസെൻറ്റീവ്സ് ഒന്നും കൊടുക്കുന്നില്ല, അതാണ് നോൺ ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം. അങ്ങനെയുള്ളൊരു വേജ് സിസ്റ്റം എന്താക്കിയെന്നാണ് പറയുന്നത്, ആളുകൾക്ക് ഒരു ഡിസ്കറേജ്, അധികം പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും ഉള്ളൊരു മൂഡ് ഉണ്ടാവില്ല അവർക്ക്. ഇറ്റ് എൻകറേജ് ലോ പ്രൊഡക്ടിവിറ്റി. ദേ റിസീവ്ഡ് സെയിം വേജ് റിഗാർഡ്ലെസ് ഹൗ മച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ്. എത്ര പ്രൊഡ്യൂസ് ചെയ്താലും അവർക്ക് ഒരേ റേറ്റേ കിട്ടുന്നുള്ളൂ. മനസ്സിലായല്ലോ. അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ, അതായത് അവരുടെ ഫുള്ളസ്റ്റ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യണ്ട എന്നുള്ള ആ ഒരു ചിന്ത വന്ന് കയറി. മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് കോസസ് പറയുന്നത്. അതേപോലെ വേറൊരു കാരണം പറയുന്നത്, ഇഫ് എംപ്ലോയീസ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ക്വാണ്ടിറ്റി ദേ പ്രൊഡ്യൂസ്, ദേ ഫിയർ ദാറ്റ് മാനേജ്മെൻറ്റ് വിൽ ഡിക്രീസ്
ദി പെർ യൂണിറ്റ് പേ ഇഫ് ക്വാണ്ടിറ്റി ഇൻക്രീസസ്. അതായത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അവർക്ക് കൂടുതൽ കാശ് കൊടുക്കാനില്ല എന്നുള്ള ധാരണയിൽ, അതായത് പെർ യൂണിറ്റ് എന്നുള്ളത് എന്താക്കും, പേ കുറയ്ക്കുന്നുള്ള ആ ഒരു രീതിയിലും അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, പ്രൊഡക്ഷൻ കുറച്ചു എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല. അതേപോലെ വർക്കേഴ്സ് വേസ്റ്റ് മച്ച് ഓഫ് ദിയർ എഫേർട്സ് ബൈ റിലൈയിങ് ഓൺ റൂൾ ഓഫ് തമ്പ് മെത്തേഡ്സ് റാദർ ദാൻ ആൻ ഒപ്റ്റിമൽ വർക്ക് മെത്തേഡ്. അതായത് റൂൾ ഓഫ് തമ്പിൽ ഇങ്ങനെ പറയും, ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം ഡെയിലി. അപ്പോൾ ആളുകൾ അതിൽ അങ്ങോട്ട് എന്തായി എന്നാണ് പറയുന്നത്, ഉറച്ചു നിന്ന്. മനസ്സിലായില്ല? അപ്പോൾ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് എന്താണെന്നാണ് അടുത്തതിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ ദാറ്റ് പ്രൊവൈഡ്സ് സിംപ്ലിഫൈഡ് അഡ്വൈസ് റിഗാർഡിംഗ് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. It is a general principle that gives practical instructions for accomplishing or approaching a certain task. അപ്പോൾ റൂൾ ഓഫ് തമ്പ് ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് റാദർ ദാൻ ഫ്രം സയൻറ്റിഫിക് റിസർച്ച് ഓർ സ്റ്റഡി. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഇന്ന റൂൾ ഓഫ് തമ്പിൽ ഇത്ര പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, ഇന്ന രീതിയിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അവിടെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് ആളുകൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് എന്തായി, ആളുകൾക്ക് വർക്കേഴ്സ് വേസ്റ്റ് മച്ച് ഓഫ് ദിയർ എഫേർട്സ് ബൈ റിലൈയിങ് ഓൺ ദീസ് റൂൾ ഓഫ് തമ്പ്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൂടെ അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതായത് വർക്കേഴ്സ് വെർ നാച്ചുറലി ലേസി ആൻഡ് വുഡ് വർക്ക് ആസ് ലിറ്റിൽ ആസ് ദേ കുഡ്. They would deliberately restrict output so as to keep their jobs and maximize staff levels for themselves and their friends. അപ്പോൾ ഈ ഒരു ഇത് വെച്ചുകൊണ്ടാണ് വർക്കേഴ്സ് പ്രൊഡക്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം എന്തിലേക്ക് എത്തുന്നത്, ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുക ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ദാറ്റ് അനലൈസസ് ആൻഡ് സിന്തസൈസസ് വർക്ക് ഫ്ലോ. അതായത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇസ് ഇംപ്രൂവിങ് എക്കണോമിക് എഫിഷ്യൻസി, എസ്പെഷ്യലി ലേബർ പ്രൊഡക്ടിവിറ്റി. Okay, and one of the earliest attempt to apply science to the engineering of processes and to the management. So scientific management is also known as Taylorism. കാരണം എന്താണെന്ന് വെച്ചാൽ FW ടൈലർ ആണ് ഇതിൻ്റെ തുടക്കക്കാരൻ. അതുകൊണ്ട് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ എന്തും പറയാറുണ്ട്, ടൈലറിസം എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടൈലർ ആർട്ടിക്കുലേറ്റഡ് ഇൻ മെനി ഡിഫറെൻറ്റ് വേയ്സ്, അതായത് സൊല്യൂഷൻ ടു ദിസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ബട്ട് മോസ്റ്റ് ഫേമസ്ലി ഇൻ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. മെയിൻലി ദർ ആർ 4 പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതൊരു 7 points ആയി കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഇസ് സയൻസ് ടു റീപ്ലേസ് റൂൾ ഓഫ് തമ്പ് or a science of each element of work. അതായത് ഈ റൂൾ ഓഫ് തമ്പ് ആദ്യം ഇങ്ങനെ അവിടെ നിശ്ചയിക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്, റീപ്ലേസ് റൂൾ ഓഫ് തമ്പ് വർക്ക് മെത്തേഡ്സ് വിത്ത് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ടാസ്ക് എന്നാണ് പറയുന്നത്. അതായത് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി യൂസ്ഡ് ഫോർ taking managerial decisions instead of basing decisions on opinion or rule of thumb. മനസ്സിലായോ? ദെൻ സെക്കൻഡ് വൺ ഇസ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് ആണ് പറയുന്നത്. അതായത് സയൻറ്റിഫിക്കലി സെലക്ട്, ട്രെയിൻ ആൻഡ് ഡെവലപ്പ് ഈച്ച് വർക്കർ റാദർ ദാൻ പാസീവ്ലി ലീവിങ് ദം ടു ട്രെയിൻ ദംസെൽസ്. അതായത് എവറി ഓർഗനൈസേഷൻ ഷുഡ് ഫോളോ എ സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് സെലക്ഷൻ. അതായത് ആളുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തൊക്കെ വെറുതെ അവർ ഒറ്റയ്ക്ക് തപ്പിപ്പിടിച്ച് ട്രെയിനിങ് ഇത് കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിലെടുക്കാതെ ഒരു സയൻറ്റിഫിക് വേ ഓഫ് അപ്രോച്ച് വേണം നടത്താൻ വേണ്ടി. അതായത് സെലക്റ്റഡ് വർക്കേഴ്സ് ആർ ടു ബി ട്രെയിൻഡ് ടു അവോയ്ഡ് റോങ് മെത്തേഡ്സ് ഓഫ് വർക്ക്. മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിയർ സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പറേറ്റ് വിത്ത് ദ വർക്കേഴ്സ് ടു എൻഷുവർ ദാറ്റ് ഡെവലപ്ഡ് മെത്തേഡ്സ് ആർ ഫോളോഡ്. അതായത് കോപ്പറേഷൻ ബിറ്റ്വീൻ
ആരൊക്കെ? മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അപ്പം മാനേജേഴ്സും വർക്കേഴ്സും കോപ്പറേറ്റ് ചെയ്തെങ്കിൽ, അതായത് കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റാണ് പറയുന്നത്. ദർ ഷുഡ് ബി കോപ്പറേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് workers. This requires change of mental attitude of workers and the management towards each other. ഇതിനെയാണ് ടൈലർ പറഞ്ഞിട്ടുള്ളത് മെൻ്റൽ റെവല്യൂഷൻ. അതായത് മാനേജേഴ്സ് ഞങ്ങൾ വലിയ മാനേജേഴ്സ് ആണെന്ന് പറഞ്ഞാൽ കൊമ്പത്തിരിക്കാൻ പാടില്ല. അതേപോലെ വർക്കേഴ്സും. അപ്പോൾ അവരുടെ മനസ്സിൽ എങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു കോപ്പറേഷൻ വേണം. കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്. മനസ്സിലായോ? Then next one is divide work nearly equally between managers and workers so that managers apply scientific management planning. അതായത് എങ്ങനെയുള്ള ഒരു ഡിവിഷനാണ് പറയുന്നത്? അല്ല, വർക്ക് എങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്. അതായത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? ദേ ക്യാൻ അപ്ലൈ സയൻറ്റിഫിക് പ്ലാനിങ് എക്സെട്ര. അതായത് പ്ലാൻ ചെയ്യുന്ന സമയത്താണ്, അതായത് മാനേജ്മെൻറ്റിൽ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. അതായത് ദർ മസ്റ്റ് ബി ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ ദ മാനേജേഴ്സ് ആൻഡ് workers. Management should be responsible for planning and organizing the work, whereas workers should be responsible for execution of work as per the instructions of management. Okay. പിന്നെന്ന് പറയുന്നത്, ജനറലി ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി എംപ്ലോയി ആൻഡ് എംപ്ലോയർ ആർ ഓപ്പോസിറ്റ്. അത് സ്വാഭാവികമാണല്ലോ. എംപ്ലോയർക്ക് എന്താണ്? അവരുടെ പ്രൊഡക്ഷൻ കൂട്ടണം, കൂടുതൽ ലാഭം ഉണ്ടാക്കണം, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും. പക്ഷേ എംപ്ലോയീൻ്റെ ചിന്തകൾ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? അവർക്ക് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം, അവരുടെ സാലറി കിട്ടുക എന്നൊക്കെ ഉള്ളതായിരിക്കും അവർ. അപ്പോൾ എപ്പോഴും ദർ ഇസ് എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയി ആൻഡ് എംപ്ലോയർ ആർ ഓപ്പോസിറ്റ്. ബട്ട് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പുട്ട്സ് ദ ക്ലെയിം ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് ദ പാർട്ടീസ് ആർ സെയിം. അപ്പോൾ ഇഫ് എംപ്ലോയർ കനോട്ട് പ്രൊവൈഡ് ദ എംപ്ലോയീസ് വെൽഫെയർ, ദേ കനോട്ട് എൻഷ്വർ ദെയർ ഓൺ വെൽഫെയർ ഓൺ ദി ലോങ് ടേം എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു എംപ്ലോയീനെ എന്ത് ചെയ്യുക? അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ലോങ് റണ്ണിൽ എന്താവില്ല എന്നാണ് പറയുന്നത്? അവർക്കൊരിതുണ്ടാവില്ല, അവർ വിട്ടുപോകും. സോ ദ എംപ്ലോയർ ഷുഡ് മേക്ക് ആൻ എഫേർട്ട് ടു പേ ഹൈ സാലറി ആസ് മച്ച് ആസ് ഹീ ക്യാൻ. അപ്പം വേറൊരു ഒറ്റ പോയിൻറ്റും കൂടെ പറയുന്നുണ്ട്, മാക്സിമം ഔട്ട്പുട്ട് പറയുന്നുണ്ട്. ടു വർക്ക് ഫോർ മാക്സിമം ഔട്ട്പുട്ട് ഇൻസ്റ്റെഡ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. അതായത് മാക്സിമം ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പറയുന്ന മാനേജ്മെൻറ്റ് ആൻഡ് ദ വർക്കേഴ്സ് ഷുഡ് ട്രൈ ടു അച്ചീവ് മാക്സിമം ഔട്ട്പുട്ട് ഇൻ പ്ലേസ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. പൊതുവെ എങ്ങനെ പറഞ്ഞു വെക്കും, ഇന്നൊരു എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് അങ്ങനെയല്ലാതെ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവരുടെ പ്രവർത്തനം. ദിസ് വിൽ ബി ബെനിഫിഷ്യൽ ടു ബോത്ത് ദ പാർട്ടീസ്. മാക്സിമം ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ. Development of workers to the fullest possible extent to facilitate individual as well as organizations higher prosperity and efficiency. അപ്പോൾ കാര്യമായിട്ട് നിങ്ങൾ ഈ 4 പ്രിൻസിപ്പിൾസ് ആണ് മനസ്സിലാക്കി വേണ്ടത്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്? റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ്, അതേമാതിരി സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്, and maximum output, and last one equal division of responsibility. Okay, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക.